ഹരി ഓം. ദശകം 31, ശ്ലോകം 9. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീഃ താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പദച്ഛേദം നോക്കാം. പാശൈഹി ബദ്ധം, പാശൈർബദ്ധം, പതഗ പതിനാ ദൈത്യം ഉച്ചൈഹി അവാദീഹി. ദൈത്യം ഉച്ചൈരവാദി, ദൈത്യം ഉച്ചൈരവാദീഹി, ദൈത്യം ഉച്ചൈഹി അവാദീഹി. അതാണ് ദൈത്യം ഉച്ചൈരവാദീഹി. താർത്തീകം, താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി. താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം. ഭഗവൻ ഇതി അകമ്പം വദന്തം. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദഃ തം, പ്രഹ്ലാദസ്തം സ്വയം ഉപഗതഃ, സ്വയമുപഗതോ മാനയൻ അസ്തവീത് ത്വാം, മാനയന്നസ്തവീത് ത്വാം. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീഃ താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. ഇതിൽ ഈ ലോകം മുഴുവനും ഭഗവാൻ 2 അടിയായിട്ട് അളന്നെടുത്തിട്ട് 3-ാമത്തെ അടി തരാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. പതകപതിനാ പാശൈഹി ബദ്ധം ദൈത്യം ഉച്ചൈഹി അവാദീഹി. പതകപതിനാ പാശൈഹി ബദ്ധം, പക്ഷിശ്രേഷ്ഠനായ ഗരുഡനാൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട ദൈത്യം ഉച്ചൈഹി അവാദീഹി, അസുരനായ മഹാബലിയോട് നിന്തിരുവടി ഉറക്ക പറഞ്ഞു. അവാദീഹി, ഉറക്ക പറഞ്ഞു. താർത്തീകം പദം മമ ദിശ വിശ്വേശ്വരഃ കിം ന അസി. താർത്തീകം പദം മമ ദിശ, 3-ാമത്തെ അടി എനിക്ക് തരിക. വിശ്വേശ്വരഃ കിം ന അസി, നീ ലോകനാഥനല്ലേ എന്നിങ്ങനെ ഭഗവാൻ പറയുന്നു. എനിക്ക് 3-ാമത്തെ അടി തരിക, നീ വലിയ ലോകനാഥനല്ലേ എന്ന്. ഭഗവൻ പദം മൂർധനി പ്രണയ ഇതി അകമ്പം വദന്തം എന്ന് വെച്ചാൽ, ഭഗവൻ അല്ലയോ ഭഗവാനെ, പാദം മൂർധനി പ്രണയ, ആ തൃക്കാലടി എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും ഇതി അകമ്പം വദന്തം എന്ന് ഭയം കൂടാതെ പറയുന്ന തം മാനയൻ പ്രഹ്ലാദഃ സ്വയം ഉപഗതഃ ത്വാം അസ്തവീത്. അങ്ങനെ പറയുന്ന മഹാബലിയെ മാനിച്ചുകൊണ്ട്, അതാണ് മാനയൻ പ്രഹ്ലാദഃ, മാനിച്ചുകൊണ്ട് പ്രഹ്ലാദൻ തന്നെത്താൻ വന്ന് നിന്തിരുവടിയെ സ്തുതിച്ചു. അങ്ങനെ അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോയതിന് ശേഷം ആ ഭഗവാന്റെ അഭിപ്രായമറിഞ്ഞ് ഗരുഡൻ മഹാബലിയെ വരുണപാശങ്ങളെ കൊണ്ട് കെട്ടി. അപ്പോൾ ഭഗവാൻ മഹാബലിയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ മുമ്പിൽ വെച്ച് ലോകം മുഴുവൻ ഞാൻ 2 അടിയായി അളന്നെടുത്തത് കണ്ടുവല്ലോ. 3-ാമത്തെ അടി ഭൂമി തരാമെന്ന് പറഞ്ഞതിൽ 3-ാമത്തെ അടി കൂടി തരേണ്ടതുണ്ട്. അപ്പോൾ അതെവിടെ എന്ന്. അപ്പോൾ മഹാബലി ഉടനെ മറുപടി പറഞ്ഞു,
ഭഗവാനെ അവിടുത്തെ ആ തൃക്കാലടി എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദൻ അവിടെ വന്നിട്ട് ആ പൗത്രനായ മഹാബലിയുടെ ആ സത്യനിഷ്ഠ കണ്ടിട്ട് ആ അദ്ദേഹത്തെ മാനിച്ചിട്ട് ആ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തുവല്ലോ. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീഃ താർത്തീഗന്ധിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം.